നമുക്ക് വലിയ ഭീകരതയുടെയും ക്രൂരതകളുടെയും വലിയ നീണ്ട ഹിസ്റ്ററി പറയാനുള്ളൊരു ദേശമാണ് കേരളവും ഇന്ത്യയും. പക്ഷേ ഇന്ത്യയിലെ ക്കാൾ കൂടുതൽ മറ്റ് പല സ്ഥലങ്ങളിൽ പറഞ്ഞ് നടന്നിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഇംഗ്ലണ്ടിലെ പല പ്രദേശം അല്ലെങ്കിൽ ഇംഗ്ലണ്ടും അല്ലെങ്കിൽ യൂറോപ്പിലെ പല രാജ്യങ്ങളൊക്കെ പരിശോധിച്ചാൽ അത്തരത്തിലുള്ളൊരു ഹിസ്റ്ററി തന്നെയുണ്ട്, നെതർലൻഡ് ഉൾപ്പെടെയുള്ള. അപ്പോൾ അവിടുത്തെ ഒരു ജനത, ഇന്നത്തെ ഒരു തലമുറ അല്ലെങ്കിൽ കഴിഞ്ഞ ഒരു 20-30 വർഷത്തിനിടയിൽ ഈ പറഞ്ഞ പ്രദേശങ്ങളിലെല്ലാം ആളുകൾ അവർ പൊതുമാപ്പ് അപേക്ഷിക്കുന്നതായിട്ട് കാണും. ഇപ്പം നെതർലൻഡിലെ ഭരണാധികാരി വന്നിട്ട് അവരുടെ പൂർവികർ ചെയ്ത സ്ലേവ് ട്രേഡിനെയും ഈ സ്ലേവറിയും ലോകത്തോട് ചെയ്ത ക്രൂരതകൾക്ക് ഞങ്ങൾ മാപ്പ് പറയുന്നു. അപ്പോൾ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്, പോപ്പ് പല വിഷയങ്ങളിലും മാപ്പ് പറയുന്നത് കണ്ടിട്ടുണ്ട്. അല്ലെങ്കിൽ വലിയ 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 കമ്പനികൾ, പ്ലാന്റേഷൻ പോലുള്ളത് അല്ലെങ്കിൽ ഓട്സ് കമ്പനികളൊക്കെ അവർ പരസ്യമായി മാപ്പ് പറയുന്നത്. അവർ ഇന്നത്തെ ജനറേഷൻ, ഞങ്ങളുടെ പൂർവികർ ബ്ലാക്സിനെ ഉപയോഗിച്ചിട്ടാണ്, അവരുടെ ചോരയും നീരും വെച്ചിട്ടാണ് ഞങ്ങൾ ഇത്രയും സമ്പന്നരായത്, അതിന് ഞങ്ങൾ പൊതുമാപ്പ് പറയുന്നു എന്നൊരു രീതിയാണ്. അപ്പോൾ ഇങ്ങനെ അത് ഒരു മനുഷ്യനാകുന്ന ഒരു പ്രോസസ്സിൻ്റെ ഭാഗമായിട്ടാണ് അത് സംഭവിക്കുന്നത്. അതായത് ചരിത്രത്തിനെ സംബന്ധിച്ച് നമ്മളത് ഒരു തരം തെറ്റ് തിരുത്തലും കൂടെയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു രീതി നമ്മൾ ലോകത്തിൽ പല പ്രദേശങ്ങളിലും കാണും. പക്ഷേ ഇന്ത്യയിലോ കേരളത്തിലോ അങ്ങനത്തെ ഒരു കാര്യവും നമ്മൾ കാണുന്നില്ല. അവർക്ക് ഒരിക്കലും ഇതൊരു പ്രശ്നമല്ല. അവരുടെ എന്ന് വെച്ചാൽ നമ്മളിന്ന് ക്ഷമ പറയുന്നതുകൊണ്ട് അത് ഇല്ലാതാകുന്നില്ല. പക്ഷേ ഇതെല്ലാം ഒരു ഹിസ്റ്ററിയെ സംബന്ധിച്ച് ഹിസ്റ്ററി എന്ന് പറയുന്ന ഒരു പ്രത്യേക രീതിയിലുള്ളൊരു മനസ്സിലാക്കലും പരസ്പരം മനുഷ്യരാണെന്നുള്ളൊരു തിരിച്ചറിവ് ഉണ്ടാകുക എന്നുള്ളൊരു കാര്യം. ഇപ്പം നമ്മളിവിടെ കാണുന്നൊരു പ്രധാനപ്പെട്ട കാഴ്ച, ഇപ്പോൾ തിരുവിതാംകൂർ തന്നെ നോക്കിക്കഴിഞ്ഞാൽ തിരുവിതാംകൂർ രാജാക്കന്മാർ ചെയ്തിരിക്കുന്നത്രയും ക്രൂരത, അതായത് അവർ ഡയറക്റ്റ് ഇറങ്ങി വെട്ടിക്കൊല്ലുന്ന ഒരു രീതിയല്ല, അവരുടെ ഒരു സമ്പ്രദായം, അവരുടെ ആ ഒരു സിസ്റ്റം നിലനിർത്തുന്നതിന് നിരവധി മനുഷ്യന്മാർ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട്. നിരവധി പ്രശ്നങ്ങളും ലോകത്തിൽ ഒരു സമാനതയും ഇല്ലാത്ത വൃത്തികേടുകൾ നടന്ന ഒരു ദേശം കൂടിയാണ് തിരുവിതാംകൂർ. അപ്പോൾ ഇന്നത്തെ ഒരു ജനറേഷന് വരുന്ന ആരും തന്നെ ഞങ്ങളുടെ പൂർവികർ നിങ്ങളോട് ചെയ്ത, അല്ലെങ്കിൽ ഞങ്ങൾ ഇത്രയും സമ്പന്നരായത്, അല്ലെങ്കിൽ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഇത്രയും സ്വർണം വന്നത് ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരുടെ പണിയിലൂടെയാണ് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയുകയോ അല്ലെങ്കിൽ ഒരു പൊതുമാപ്പ് നടത്തുകയോ ചെയ്യുന്നതായിട്ട് നമ്മൾ എങ്ങും കാണുന്നില്ല.